അങ്ങകല ഇറാനിലെ സഞ്ചരിൽ ജനിച്ച മഹാനായ അജ്മീർ ഖാജ, മഹാനായ മുഈനുദ്ദീൻ ചിശ്തി തങ്ങള് ജന്മം കൊണ്ട് ഇന്ത്യക്കാരനല്ല, ജന്മം കൊണ്ട് ഇറാനുകാരനാണ്. ഇറാനിലെ സഞ്ചരിൽ ജനിച്ച മഹാനാണ്. അല്ലാഹുവിന്റെ മുസ്തഫായ നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം, ഹബീബായ നബി തങ്ങളുടെ സൂചന പ്രകാരം അവിടെ നദാ ദീനിന്റെ പ്രബോധനത്തിന് അങ്ങനെ കടന്നു വരുന്നു. മക്കയിലേക്ക് ചെന്ന്, മദീനയിലേക്ക് ചെന്ന്, അതുവഴി അഫ്ഗാനിസ്ഥാൻ വഴി ഡൽഹി വഴി കടന്നു വന്നിട്ട് ഡൽഹിയിൽ മാസങ്ങളോളം തങ്ങിയിട്ട് പിന്നീടാണ് അജ്മീറിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. ആ മഹാൻ ഈ നാട്ടിലതാ പരിശുദ്ധമായ ദീനിന് നേതൃത്വം കൊടുത്തോ, ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരണം നേതൃത്വം ഏറ്റെടുത്തോ. ആ മഹാനരെ കണ്ടിട്ട് ലക്ഷോപലക്ഷം ആൾക്കാർ ആ മഹാനരുടെ വിശുദ്ധമായ ജീവിത, കളങ്കമറ്റ ജീവിത, നല്ല ജീവിത, കൃത്യമായ ജീവിത, ഓജസ്സാർന്ന തേജസ്സാർന്ന നല്ല മുഖം, ഇതെല്ലാം കണ്ടിട്ട് ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നത്. ചരിത്രം കേൾക്കണോ? മഹാനരെ കാണിച്ച ഒറ്റ കറാമത്ത് കണ്ടിട്ട് ചരിത്രം നീട്ടുന്നില്ല, കഥ നീട്ടുന്നില്ല. അനാസാഗർ താളാബുമായി ബന്ധപ്പെട്ട ചരിത്രം അറിയാലോ. ഈ ലോകത്തിന്റെ മുക്കമൂലകളിലേക്ക് ദീനിന്റെ പ്രചാരണം എത്തിച്ച മഹാന്മാർ, അവരിൽ ഏറ്റവും പ്രധാനിയാണ് മഹാനായ അജ്മീർ ഖാജ. ആ മഹാനരെ കണ്ട്, മഹാനരുടെ വയല് കേട്ട്, പ്രബോധനം കേട്ട്, ദീനിലേക്ക് ആ മഹാൻ നടത്തിയ സേവനം കണ്ടിട്ട്, ആ വിശുദ്ധമായ ജീവിതം കണ്ടിട്ട് അള്ളാന്റെ ദീനിലേക്ക് ലക്ഷോപലക്ഷം ആൾക്കാരാ കടന്നു വന്നത്. ലക്ഷോപലക്ഷം ആൾക്കാർ. പൃഥ്വിരാജ് ചൗഹാന്റെ കാലത്താണ് അയാൾ അജ്മീരിലേക്ക് വരുന്ന മഹാൻ. അന്ന് വരുന്ന നേരത്ത് ഇവിടെ വല്ലാത്ത ഒരു അന്ധകാരം, കന്താചാര, അനാചാര, ബഹുദൈവത്വം, വിഗ്രഹാരാധന, വേണ്ടാത്തരങ്ങള്, മാരണങ്ങള്, മാട്ടമന്ത്രങ്ങള്, അതേ വല്ലാത്ത കീഴരിമ മനോഭാവ, ഇങ്ങനെയുള്ള ഒരവസ്ഥ. ഇതെല്ലാം ഇല്ലായ്മ ചെയ്തിട്ട്, ഇതെല്ലാം ഉച്ചാടനം ചെയ്തിട്ട്, ഇതെല്ലാം നീക്കം ചെയ്തിട്ട് അതേ ലോകത്ത് മനുഷ്യരെല്ലാവരും ഒന്നാണ്. കറുത്തവനും വെളുത്തവനും വലിയവനും കുറിയവനും പണക്കാരനും പാമരനും എല്ലാവരും ഒരുപോലെ. ഇന്നഅക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നല്ലവർക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ സ്ഥാനമുള്ളത് എന്നുള്ള നല്ല സന്ദേശം മഹാന് പഠിപ്പിച്ചുവല്ല. അത് കണ്ടിട്ട്, മഹാനരുടെ കറാമത്തുകൾ കണ്ടിട്ട്, വിശുദ്ധമായ ജീവിതം കണ്ടിട്ട്, തെളിമയാർന്ന ജീവിതം കണ്ടിട്ട്, ശിഷ്ടാചാരം കണ്ടിട്ട് ലക്ഷോപലക്ഷം ആൾക്കാരാണ് ഈ ദീനിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നത്. ഷഹാദത്തിന്റെ കലിമ ചൊല്ലി ഇസ്ലാം അത് സ്വീകരിച്ചത്. എന്നാൽ ചരിത്രം പറയുന്നു, ഒറ്റ ഒരു കറാമത്ത് കണ്ടിട്ട് ഒറ്റ ഒരു ദിവസം 85 ലക്ഷത്തോളം ആൾക്കാർ ദീനിലേക്ക് കടന്നു വന്നു. ഇത് അബുൽ ഹസൻ അലി അന്നദ്വി എഴുതിയ ചരിത്ര പുസ്തകത്തിലുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ്, യു പിക്കാരനായ പണ്ഡിതനാണ്. സൗദി അറേബ്യയിൽ നിന്ന് കൊടുക്കുന്ന നോബൽ സമ്മാനമായ ഫൈസൽ അവാർഡ് നേടിയ ഇന്ത്യക്കാരനാണ്. മാത്രമല്ല റമദാൻ 27 ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ്. സയ്യിദ് കുടുംബത്തിൽപ്പെട്ട തങ്ങളാണ്. പൈസനല്ലോ ബോർഡിന് ദീർഘകാലം പ്രസിഡന്റായി നേതൃത്വം കൊടുത്തയാളാണ്. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ശരീഅത്ത് സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കാൻ മഹാനരായ ശൈഖുനൽ മുറബ്ബി ശംസുൽ ഉലമാ വിളിപ്പിച്ചു കൊണ്ടുവന്നയാളാണ്. ആര് ഞാൻ ഇത്രല്ലേ ചെല്ലിയല്ല, ഇത് ആര് ചെല്ലിയേ? ഗോവിന്ദ. നിങ്ങൾ ഇത് ഡിങ്കന്റെ കഥയെന്ന് വിചാരിച്ചല്ലേ? ഇത് പഠിക്കണം. നിങ്ങൾ കാലി ഗൂഗിൾ പേയും ഫോൺ പേയും മാത്രം പഠിച്ചാൽ മതിയാവല്ല. അതിലെന്തും ഗുണമില്ല. അത് കൂടെ തീർന്ന് കാണുന്നില്ല, ഓരോരോ മരിപ്പ് കാണുന്നില്ല. നീക്ക് ആ മരിക്കലോടുകൂടി എല്ലാം പോയി, എല്ലാം ബാക്കിയുള്ളവർ പൂഞ്ഞിട്ടെടുക്കും. ബാക്കി ഇത് മാത്രമാണ്. അബുൽ ഹസൻ അലി അന്നദ്വി ഇല്ല പണ്ഡിതനാ. സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കെ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ വെച്ചിട്ട് ഉളുവോടുകൂടി ലോകത്തോട് വിട പറഞ്ഞു. വലിയ മഹാനാണ്, ആരെന്ത് വേണം ചെല്ലട്ട്. ഞങ്ങൾ പഠിച്ച ചരിത്രം അങ്ങനെയാ. ശംസുൽ ഉലമാ മഹാനെ പറ്റി പരിചയപ്പെടുത്തിയത് അങ്ങനെയാ. പിന്നെ ആരെയാളെ മുക്കാ കണ്ടേ അര കണ്ടാക്കി ഒന്നുകൊണ്ട് നമുക്ക് ബാധകല്ല. ഏത് പാട്ട് അയാളെ എഴുതിയ ചരിത്ര പുസ്തകത്തിൽ ഈ സംഭവം ഉണ്ട്. ഏത് കഥ നിനക്ക് മനസ്സിലാവുന്നല്ലേ? അല്ല നിനക്ക് തിരിയുന്നല്ലേ? എന്റെ ഭാഷ സമസ്യ എന്നാ
ഇല്ലല്ലേ? അജ്മീർ ഖാജാന്റെ ചരിത്രം മഹാൻ എഴുതിയിട്ടുണ്ട്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ അജ്മീർ ഖാജാനെ കുറിച്ച് എഴുതിയ അറബി മൗലിദ് ചരിത്ര ഗ്രന്ഥത്തില് ഈ സംഭവമുണ്ട്. ഒരുപാട് മഹാന്മാർ ഈ കഥ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് അനാസാഗർ പിന്നെ തളാബ് കുളം, അനാസാഗർ കുളം. മഹാനായ ഖാജ ഒരവസരം തന്റെ മുരീദീങ്ങളിൽപ്പെട്ട മുഹിബീങ്ങളിൽപ്പെട്ട ആരോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞോലോ, പൊന്നുമോനെ കുറച്ച് കുടിക്കാനും കുളിക്കാനും ഒതെടുക്കാനും ഒരിത്തിരി വെള്ളം കൊണ്ടാണ്. പിടിയാവൂരല്ലേ നിനക്ക്, കുറച്ച് തണ്ണി കൊണ്ടുപോകാൻ. അങ്ങനെ അയാള് തണ്ണി കൊണ്ട് പോയപ്പോ അവിടെയുള്ള ആൾമാർ വലിയ കൊള അജ്മീർ പോയിറങ്ങീങ്ങ. അൽഹംദുലില്ലാ പോയിട്ടില്ല, കുറിക്ക് പോണോ? കാലി കത്തിരി പാർക്കിൽ പോയിട്ട് ആവാണെങ്കിൽ കരടി മാത്രം കണ്ടെങ്കിൽ മയ്യാവല. ഒരു 5,000 റുപ്യ ചെലവാങ്ങും സാരമില്ല, ഒരിക്കലല്ലേ ഒരിക്കൽ പോവറും. അജ്മീർക്കെല്ലാം പോകുമ്പോൾ കുറെ കാര്യമെല്ലാം പഠിക്കണമുണ്ട്. അങ്ങനെയും പോയിട്ട് വന്നെങ്കിൽ മതിയാവല്ല. ഇത് മൈസൂർക്ക് പോയിട്ട് ശ്രീരംഗപട്ടണത്ത് പോയിട്ട് പോയെങ്കിൽ മതിയാവല്ല. ഒരു 40 അവിടെ കൂടണമില്ല, ഏറ്റവും ചുരുങ്ങിയത് 8 അവിടെ ദയിക്കണമില്ല, ഒരു ജുമാങ്കിലും അവിടെ നിസ്കരിക്കണമില്ല. അങ്ങനത്തെ എല്ലാം കുറെ നിബന്ധന കാര്യമെല്ലാം ഉണ്ട്. അത് പാലിച്ചെന്ന് കണ്ടെങ്കിൽ ഖാജ ഞങ്ങളെ കാര്യം ശരിയാക്കും. ഖാജ ശരിയാക്കും ചെല്ലെങ്കിൽ അപ്പ സൽപ്പി വരും. ഷിർക്ക് ഷിർക്ക്. ഖാജ അല്ലനെ ആര് ശരിയാക്കുന്നെങ്കിലും അത് അള്ളയാണ് ശരിയാക്കുന്നത്. തിരിഞ്ഞെനിക്ക് അതിനെ ഖാജ ശരിയാക്കുന്നത് അവർക്ക് അള്ള കൊടുത്തൊരു കഴിവുണ്ട്, അത് അവർ സഹായിക്കുന്നത് മാത്രം. മഹാനായ അജ്മീർ ഖാജ അവിടെ നിന്നതാ തന്റെ ശിഷ്യനെ വെള്ളം കോരാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. വെള്ളം കോരാൻ വേണ്ടി പോയ നേരം ശത്രുക്കള് വെള്ളം കൊടുത്തില്ല. നണ്ട് നോക്കൂ, നിങ്ങൾ നണ്ട് നോക്കൂ. ശത്രുക്കൾ വെള്ളം കൊടുത്തില്ല, അവർ വെള്ളം തടഞ്ഞു. വെള്ളം തടഞ്ഞു എന്ന് മാത്രമല്ല, വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയ മനുഷ്യന്റെ ആ മഹാനായ അജ്മീർ ഖാജാന്റെ മുരീദിന്റെ ജഗ്ഗില്ലേ കൂജയില്ലേ അതങ്ങ് തച്ചു പൊട്ടിക്കുകയാണ്. വെള്ളം കൊടുത്തില്ല. തിരിച്ചു വന്നു. ഖാജ പറഞ്ഞു രണ്ടാമതും വെള്ളം കൊണ്ടുവരാൻ. സുബ്ഹാനല്ലാഹ്. രണ്ടാമത് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയ നേരത്ത് ആ കുളത്തിന്റെ ചുറ്റുമതാ കാവൽ ഭടന്മാർ, പട്ടാളക്കാർ, സൈനികരോ അവിടെ നിന്നതാ അമ്പും വില്ലും കുന്തവും പിടിച്ചിട്ട് നിൽക്കുകയാണ്. മഹാനരായ ഖാജ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ശിഷ്യനതാ വെള്ളം കോരാൻ വേണ്ടി അടുത്തു പോകുമ്പോ അവരെല്ലാവരും ബോധം കെട്ട് വീണു. ഇടക്കിടക്ക് സൗണ്ട് ഭയങ്കര കൂടുന്നു. അതെ, നന്ന കുറക്കണ്ട. ചിലപ്പോ നല്ല ലെവൽ ഉണ്ടാന്ന്, ചിലപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്തോ ഒരു ഇതിന്റെ കറക്ഷന്റെ മിസ്റ്റേക്ക് അല്ലല്ലേ. ഓക്കെ. അജ്മീർ ഖാജ തങ്ങളാ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ ശത്രുക്കൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഖാജാന്റെ മുരീദ് അവിടെ ചെന്ന നേരം അവിടേക്ക് എത്തുമ്പോ അവർക്കും വീണു, ബോധരഹിതരായി നിലം പതിച്ചോ. ആ സമയത്ത് ആ കുളത്തിൽ വിശാലമായ കുളമാ, കണ്ടവർക്കറിയാലോ. അനാസാഗർ താളാബ് വലിയ കുളമാ, വിശാലമായ കുളമാ. അജ്മീറിലേക്ക് പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് കാര്യങ്ങൾ പൂർണ്ണമായി കരഗതമാകാൻ എല്ലാം മുദ്രയടിച്ചതുപോലെ നടക്കണമെങ്കിൽ അതിൽപ്പെട്ട ഒന്ന് അനാസാഗറിൽ കുളിച്ചിട്ടും പറഞ്ഞാലോ. ഇത് മഹാന്മാർ പറഞ്ഞതാണ്, ഇതാരോ പറഞ്ഞതല്ല. ചിലർത്തേക്ക് ചില കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പോകുമ്പോ എനിക്ക് പണം പൂർക്ക് പോയ പോലെ പോയിട്ട് വരുന്നതല്ല. ഹലോ സാർ, അതിന് ചില മാനദണ്ഡ രൂപരേഖ ഇത്തിമിത്തി എല്ലാം ഉണ്ട്. അത് പാലിച്ചിട്ടേ പോണോ. എങ്ങനെങ്കിലും എന്നാ പോയ വന്ന് എന്നിട്ട് എന്തായിട്ടില്ല അവനല്ലേ നീ ഇങ്ങനെ കാന്നോടക്ക്. അതാക്കുമ്പോൾ ആക്കണോ. അജ്മീർക്ക് പോകുന്ന അദബുകളെ കൂട്ടത്തിൽ ഒന്നാണ് അനാസാഗർ താളാബിൽ കുളിക്കണോലോ. അങ്ങനെല്ലാം ഉണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞില്ലേ, കാലിട്ടടിക്കാൻ. ഖുർആനായത്താണ്. അല്ലാഹു തആല അയ്യൂബ് നബിയോട് പറഞ്ഞു, അവിടെ അടി അടിച്ചപ്പോ വെള്ളം വന്നു, അതൊരു കുളമായി, അവിടെ കുളിച്ചോ. തണുത്ത വെള്ളം, അത് കുടിക്കാനുമാണ്, അത് രോഗത്തിന് ശമനിയാണ്, മരുന്നാണ്. അത് മഹാന്മാരുമായി ബന്ധപ്പെടും അങ്ങനെല്ലാം ഉണ്ടാവും. ഇസ്മായിൽ നബിന്റെ കാൽഡടിയിൽ നിന്ന് വന്ന വെള്ളമാണ് സംസം, അത് ലോകത്തിന് മരുന്നാണ്. ഇന്നും അത് അത്ഭുതമായി കിടക്കുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാം കാലിട്ടടിച്ചിട്ടുണ്ടായ വെള്ളം ഇന്നുമുണ്ട് സലാലയിലെ ഒമാനില്, ഇന്നും ഉണ്ട്. ഒന്ന് വീഡിയോ സെർച്ച് ചെയ്താൽ കാണും. അപ്പൊ അതിലൊന്നും വലിയൊരു ഗാബരിയാവാനൊന്നുമില്ല.
ഉസ്താദ് എന്താണ് ആ സാഗർ താലാബ്, എന്താ അജ്മീർ ഖാജ, അതിൽ ഇങ്ങനെല്ലാം കേട്ടിട്ട് ഒരു യുക്തിവാദി മനോഭാവം വേണമെന്നൊന്നുമില്ല. അത് മഹാന്മാരുമായി ബന്ധപ്പെട്ട കയ്യും കാലിട്ടതെല്ലാം ബന്ധപ്പെട്ടതിന് ചില പവറെല്ലാം ഉണ്ട്, ഇരിക്കട്ടെ. ആ ഖാജ പറഞ്ഞയച്ച പോലെ അയാൾ വെള്ളം കോരിയ നേരത്ത് അവിടെ പോകുമ്പോ അവിടെയുള്ളവരെല്ലാം ബോധം കെട്ടോ. മഹാനായ ഖാജ പറഞ്ഞതുപോലെ ആ സമയത്ത് അയാൾ വെള്ളം കോരിയെടുത്തു. ചരിത്രം പറയുന്നു ആ വെള്ളം പിന്നീട് വറ്റിപ്പോയി. ഇയാള് കൂജമുക്കലോടുകൂടി, ഖാജാന്റെ മുരേത് ചെമ്പുമുക്കലോടുകൂടി, വെള്ളമതാ മുക്കിയിട്ടങ്ങനെ കോരലോടുകൂടി. സുബ്ഹാനല്ലാഹ്, കുളത്തിലെ വെള്ളമെല്ലാം മാറിപ്പോയി. പിന്നെ വെള്ളമില്ല, നാട്ടുകാർക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. ഖാജാന്റെ മുരീദ് ചെമ്പിലുള്ള വെള്ളം കൊണ്ടുവരികയാണ്, ഖാജാന്റെ അടുക്കലേക്ക് എത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ആ വെള്ളം കുടിക്കുന്നു, വേണ്ടപ്പെട്ടവർ കുടിക്കുന്നു, ഉളു എടുക്കുന്നു. അങ്ങനെ നോക്കുമ്പോ നാട്ടുകാർക്കുള്ള താളാബിലുള്ള വെള്ളം കാലിയാ, അത് ഉണങ്ങിപ്പോയി, അവിടെ ഒന്നുമേ ഇല്ല. ജനങ്ങളെല്ലാം ഗാബരയായി, ഭയവിഹിലരായി, പേടിച്ചുപോയി. അവർക്കുള്ള വെള്ളമില്ലാതെയായി, കുടിക്കാനോ കുളിക്കാനോ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട നാട്ടുകാർ അതേ അജ്മീർ ഖാജാന്റെ മുമ്പിൽ വന്നിട്ട് മാപ്പ് പറയുകയാണ്. തങ്ങളെ പൊറുക്കണേ, തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞ നേരം ഖാജാ തങ്ങൾ മുക്കിയെടുത്ത ചെമ്പിലെ വെള്ളമില്ലേ തന്റെ ശിഷ്യനോട്, തന്റെ മുരീദിനോട് പറയുകയാണ്, പൊന്നുമോനെ ആ വെള്ളം അവിടെ തന്നെ കൊണ്ടുപോയിട്ട് ഒഴിച്ചോ. സുബ്ഹാനല്ലാഹ്, ആ വെള്ളം അവിടെ കൊണ്ടുപോയിട്ട് ഒഴിച്ച നേരം അനാസാഗർ താളാബ് എന്ന വിശാലമായ കുളം, എക്കരയോളം നീണ്ടുവരന്ന് കിടക്കുന്ന കുളം നിറഞ്ഞു കവിഞ്ഞു. അത്ഭുതമാണ് ഉസ്താദ്. ഉസ്താദ് അതെങ്ങനെ? അതല്ലേ അങ്ങനെ, അതല്ല അത്ഭുതം. ഞാനും നീയും വിചാരിച്ച പോലെ ആണെങ്കിൽ എനക്കും നിങ്ങൾക്കും ആക്കാൻ പോലെ ചെയ്യും പോലെ ആക്കാൻ കഴിയുന്നെങ്കിൽ പിന്നെ അത്ഭുതം ചൊല്ലങ്ങനെ അത് എങ്ങനെ ഉസ്താദ് നിങ്ങൾ കേട്ടെങ്കിൽ അതാണ് അത്ഭുതം അല്ലേ? അപ്പല്ല അത്ഭുതമാണ്, അതാണ് കറാമത്ത്. അത് മഹാന്മാരിന്ന് വരുമ്പോ, തഖ്വയുള്ളവരിൽ നിന്നിട്ട് വരുമ്പോ കറാമത്ത്, നമ്മളെ പോലത്തെ ആട്ടുപോട്ടിന്റെ നിന്നിട്ട് വരുമ്പോ ജാത്, അല്ലെങ്കിൽ മന്ത്ര, അല്ലെങ്കിൽ തന്ത്ര, അല്ലെങ്കിൽ കുതന്ത്ര. തിരിഞ്ഞെനിക്ക് മഹാന്മാരെന്നാകുമ്പോ അത് കറാമത്താണ്. അപ്പൊ കറാമത്തൊക്കെ അല്ലേ എന്നറിയണമെങ്കിൽ അവന്റെ ബാക്ക് ഫയൽ നോക്കണം, അയാളെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം, അയാളെ സംസ്കാര ശിഷ്ടാചാരെല്ലാം നോക്കണം. അയാൾ ഈമാനും തൗഹീദും ഇസ്ലാമും തഖ്വയും ഉള്ള ആളാണെങ്കിൽ അൽഹംദുലില്ലാ, അത് അല്ലാഹു തആല കൊടുത്ത കഴിവാണ്, അത്ഭുതമാണ്, കറാമത്താണ്. അതേ സമയത്ത് എന്തുമില്ല, ഡബിളാജി ആയിട്ടും ബഡ്ഡിക്ക് കൊടുക്കുന്നു, അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ അത്ഭുതം കാട്ടുന്നെങ്കിൽ അവൻ മഹാകന്ത്രിയാണ്. നോ ഡൗട്ട്, ലാ ശക്ക വലാ റൈബ. അങ്ങനത്തെ ബാക്കിൽ നിന്ന് കൂടാ നിൽക്കണ്ട. അപ്പൊ എന്തല്ലോ അത്ഭുതം കാട്ടുന്നു എന്നത് ഒരാൾ ഔലി എന്നതിന്റെ മാനദണ്ഡമല്ല. പിടിയാവറല്ലേ നിങ്ങക്ക്? അയാൾ അത്ഭുതം കാട്ടുന്നുണ്ടോ? എന്തിനാ ഉസ്താദ് അവിടെ പോയെങ്കല്ല ഇളകറ് ഉസ്താദ്, ഇളകോനെ ഔലി തന്നെയാണോന്നില്ല, സൈത്താന്റെ സേവ കൊണ്ട് ഇളക്കും. അപ്പൊ അയാളെ ബാക്ക്ഗ്രൗണ്ട് മുന്നേ പഠിക്കണം. ആരെ? ഇളകുന്നവന്റെ അല്ല, ഇളക്കുന്നവന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം. അയാൾ അങ്ങനെ ആള് ഹറാമോ ഹലാലും നോക്കുന്ന ആളാ, അല്ല 500 കൊടുത്തിട്ടാകുമ്പോ 500 തന്നെയാ 1000 ഇല്ലേ എന്ന് കേൾക്കുന്ന ആളാ, ദീനും നിലപാടില്ലാത്ത ആളാ, ഹക്കും ബാത്തിലും ഇല്ലാത്ത ആളാ, സുന്നത്തു ഫർളും ഇല്ലാത്ത ആളാ എന്ന മേലാൽ പോകണ്ട. നിനക്ക് മാത്രല്ല, നിന്റെ കുടുംബത്തിന് തന്നെ ഇളകും. ഇപ്പൊ നിനക്ക് മാത്രല്ല അവിടെ പറ്റാൻ വിളകിയ, ഇനി നീ കണ്ടിന്യൂക്കി ഇടി സെറ്റേ ഇളകും. ജാഗ്രത, അങ്ങനത്തെ ഒരിടക്ക് പോണ്ട. മഹാന്മാരെ അടുത്ത് പോവാതിരിക്കണ്ട, സ്വാലിഹീങ്ങളടുത്ത് പോവാതിരിക്കണ്ട, നല്ലവരോട് ദ്വാരക്കാനും പറയാനും മറക്കണ്ട, അവരെ ഖബർ സിയാറത്ത് ചെയ്യാതിരിക്കണ്ട. അത് മഹാന്മാർ പഠിപ്പിച്ച നല്ല ശീലമാണ്, അത് ദീനിന്റെ ഏറ്റവും വലിയ ആചാരമാണ്, അത് ബർക്കത്തുള്ള സമ്പ്രദായമാണ്. ഇരിക്കട്ടെ, മഹാനായ ഖാജാ തങ്ങൾ തന്റെ മുരീദിനോട് വെള്ളം കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞു. അവിടെ അങ്ങ് ഒഴിച്ച നേരം സുബ്ഹാനല്ലാഹ്, അനാസാഗർ താളാബ് നിറഞ്ഞു കവിഞ്ഞു, അനാസാഗർ താളാബ് നിറഞ്ഞു പോയി, ഫുള്ളായി. അത്ഭുതമാണ്, അത്യത്ഭുതമാണ്, ഭയങ്കരമായ കാര്യമാണ്. മഹാന്മാർ പറയുന്നു, ഇങ്ങ് കേട്ടോ, നല്ല പോലെ കേട്ടോ. ഈ ഒരു കറാമത്ത് കണ്ടിട്ട് നിനക്ക് കറാമത്ത് പിടിയായല്ലേ?
ചരിത്രം മനസ്സിലായല്ലേ? എന്നൊരിക്കൽ ചൊല്ലണ അൽഹംദുലില്ലാ. ഈ കറാമത്ത് കണ്ടിട്ട്, ഈ അത്ഭുതം കണ്ടിട്ട്, അജ്മീർ ഖാജയിൽ നിന്നിട്ടുണ്ടായ ഈ മഹത്തായ മഹാത്ഭുതം കണ്ടിട്ട്, ഈ കറാമത്ത് കണ്ടിട്ട് അന്ന് അജ്മീരിന്റെ പരിസരത്ത് ജീവിച്ചിരുന്ന അതേ 85 ലക്ഷത്തിൽ പരം വരുന്ന ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ പരിശുദ്ധമായ ദീനിന്റെ ജജ്വല തീരത്തേക്ക്, ശാദ്വല തീരത്തേക്ക്, ശാന്തി തീരത്തേക്ക് അവർ കടന്നു വന്നു. ഒറ്റവരെ കറാമത്ത് കണ്ടിട്ട് ഒറ്റ ദിവസം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 80 ലക്ഷത്തിൽ പരം ആൾക്കാർ. നാലിച്ചോക്ക്. അപ്പൊ ആരാണ് ഖാജ? ആരാണ് അജ്മീർ ഖാജ? അവരാണ് ദീനിന്റെ പ്രചാരകര്, അവരാണ് ദീനിന്റെ വലിയ ഖാദിമീങ്ങള്, അവരാണ് അല്ലാഹു തആല ഇഷ്ടപ്പെട്ട മഹാന്മാർ. അവരിലൂടെയാണ് ഇസ്ലാമിന്റെ പ്രചരണം ഈ ഉത്തരേന്ത്യയിലൂടെ കടന്നു വരുന്നത്.